ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും നയനയും ആണ്. അങ്ങനെ നമ്മുടെ ആദർശിന് വേണ്ടി ഫുഡൊക്കെ കൊടുത്ത് നയനയും ആദർശും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിലാണ് കുഞ്ഞുങ്ങളുടെ കാര്യം സംസാരിക്കുന്നത്. മുത്തശ്ശന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ നമ്മുടെ നയന് ചോദിക്കുക, ഈ സമയത്താണോ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? അതൊന്നും വേണ്ട, വെറുതെ ഓരോന്ന് സംസാരിക്കാതെ ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഈ സമയത്ത് അതൊന്നും ചിന്തിക്കേണ്ട. ഈ സമയത്തല്ലാതെ പിന്നെ ഏത് സമയത്താണ് ചിന്തിക്കേണ്ടത്? അതെ, ഈ സമയത്ത് തന്നെ ചിന്തിക്കണം. പിന്നെ അയ്യപ്പസ്വാമിയോട് ഇതൊക്കെ എനിക്ക് പറയാനുള്ളതാ. ഏതായാലും അത് അയ്യപ്പസ്വാമിയോട് അവിടെ ചെന്ന് പറയാലോ. ഇപ്പം ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്നിങ്ങനെ പറയാ. ഇതിനിടയിൽ എന്നാ നിനക്കൊരു ഒന്ന് വാരിത്തരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ വാരിത്തരാനോ? വേണ്ട വേണ്ട, ഈ സമയത്ത് അതൊന്നും പറ്റില്ല. ഈ സമയത്ത് വാരിത്തന്ന് പറഞ്ഞ എന്താ പ്രശ്നം? അതൊന്നും പറ്റില്ല. ചപ്പാത്തി ചോറുവാ, ഇഷ്ടമുള്ളതെടുത്ത് ആദർശേട്ടന് കഴിക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ആദർശ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അല്ല നീ ഇനിയിപ്പോൾ വീട്ടിൽ പോയേ കഴിക്കത്തുള്ളോ? എനിക്കത് മതിയല്ലോ. നിനക്ക് അമ്മയെപ്പോലെ നല്ല വിളർച്ചയുണ്ട് കേട്ടോ. സമയത്ത് ഭക്ഷണം കഴിക്കണം. ആഹാരം ഉണ്ടാക്കുന്നവർക്ക് അത് വിളമ്പി കൊടുക്കുന്നതാണ് ഇഷ്ടം. എന്നിട്ട് കഴിച്ചിട്ട് ആൾക്കാർ നല്ലത് പറയണം. എന്നാൽ അതുമാത്രം പോരാ, നീ ആവശ്യമുള്ളത് എടുത്ത് കഴിക്കണം. ഞാൻ കഴിക്കുന്നുണ്ട് ആദർശേട്ടാ, കഴിക്കാതെ ഇരിക്കുന്നൊന്നുമില്ല. ഏതായാലും കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. നയന അത് കണ്ട് ആസ്വദിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അനാമികേനെ കേട്ടോ. അങ്ങനെ അനാമിക രേവതിയോട് പറയും, ഈ നവ്യ എന്ന് പറയുന്നവള് സ്വത്തും പണവും ആഗ്രഹിച്ച് നടക്കുന്നവളാ. അനിയത്തിയും ചേട്ടത്തിയും തമ്മിൽ കീരിയും പാമ്പും ആയിരുന്നു. രണ്ടാളും തമ്മിൽ ഭയങ്കര അടിയായിരുന്നെന്നാ പറയുന്നത് കേട്ടത്. രണ്ടാളും അടുത്തിട്ട് അധികകാലം ഒന്നും ആയിട്ടുമില്ല. പെട്ടെന്ന് തന്നെ അവര് പിരിയണം. പഴയ പോലെ ശത്രുതയിലാകണം. അത് ഈ കുഞ്ഞു പോയാൽ നടക്കൂലോ. അത് തന്നെയാ മോളെ ഞാനും ഉന്നം വെക്കുന്നത്. ആ ശത്രുത നമ്മളെ മുതലെടുക്കണം. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ രേവതിനെ വേണു വിളിക്കുന്നത്. അങ്ങനെ രേവതി ഫോൺ എടുക്കാണ് കേട്ടോ. രേവതി ഫോൺ എടുത്തിട്ട്, എന്തായി കാര്യങ്ങള്? അത് പിന്നെ രാത്രിയല്ലേ ഏട്ടാ, എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ ദിവസവും രാത്രി അനിയത്തി ചേച്ചിക്ക് പാല് കൊണ്ട് കൊടുക്കുന്നതാണല്ലോ അല്ലേ? ഇതുവരെ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ലെന്നാ മോള് പറയുന്നത്. അപ്പം അത് ശരിയായിരിക്കും. എന്ന് വെച്ചാൽ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ പുഷ്ടിപ്പെടുത്തണമല്ലോ. ഇന്ന് ഞാൻ തന്ന സാധനം വയറ്റിലേക്ക് പോയാൽ നന്നായി പുഷ്ടിപ്പെട്ടോളും. അമ്മ വയറ്റി കിടക്കുന്ന കുഞ്ഞും. ഏതായാലും ഇന്ന് അവള് പ്രസവ വേദനയേക്കാൾ കൂടുതൽ വേദനയാണ് അനുഭവിക്കാൻ പോകുന്നത്. മരണവേദന. ശരിയെന്നാല് ഇടയ്ക്ക് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ വേണു ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അന്ന് പായസം കുടിച്ചിട്ട് മുകളിലും താഴെയും ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് ഓടി കഷ്ടപ്പെട്ടു. അതുകൊണ്ട് വാശി വേണം നമുക്ക്. വീര്യം കൂടിയ സാധനം തന്നെയാ വേണുവേട്ട കൊണ്ടു തന്നത്. അത് കലക്കി അങ്ങോട്ട് കൊടുക്കണം. പിന്നെ ഇത് പോലീസ് കേസൊന്നും ആകാൻ പോകുന്നില്ല. എങ്കിൽ പിന്നെ ആ മാല പോയപ്പം കേസാകണമായിരുന്നല്ലോ. അത് പിന്നെ കേസായതാണല്ലോ. ആദർശേനെ ഇടപെട്ടിട്ടല്ലേ അമ്മേ അത് കേസാകാത്തത്. അനന്തപുരിക്കാരെ കുറിച്ച് പുറത്ത് നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് വീട്ടിലകത്ത് പൊട്ടിത്തെറി ഉണ്ടായാൽ അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ അത് പരമാവധി എല്ലാവരും ശ്രമിക്കും. എല്ലാവരും മൂടിവെക്കും. അതാ നമ്മുടെ ബലം. ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായാലേ കുടുംബം ഭാഗം വെക്കുന്നതിനെ കുറിച്ച് ആ കിളവി ആലോചിക്കത്തുള്ളൂ. ഭാഗം വെച്ചാലും ജൂവലറി മൊത്തം മൂത്താൾക്കല്ലേ കൊടുക്കത്തുള്ളൂ, ആദർശിന്. അങ്ങനെ കൊടുത്താലും നിനക്കും എനിക്കും കൂടി കോടികൾ കിട്ടൂലോ മോളെ. എന്ന് മാത്രമല്ല, ജൂവലറിയുടെ മേൽനോട്ടം ആദർശിനാണെങ്കിലും ഷെയറുകൾ എല്ലാവർക്കും കൊടുത്തല്ലേ പറ്റൂ. കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭാഗം വെക്കുന്നത് ഒരു നഷ്ടക്കച്ചവടമല്ലെന്ന എൻ്റെ അഭിപ്രായവും തോന്നലൊക്കെ. അത് നല്ലതാ. അല്ലമ്മേ, ഒരു 2-3 ജൂവലറി എങ്കിലും കിട്ടിയില്ലെങ്കിൽ കാര്യമില്ല. അതിനു വേണ്ട സാഹചര്യം നമ്മളല്ലേ അമ്മ ഒരുക്കേണ്ടത്. അങ്ങനെ ഒരുക്കണം എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അതിന് നീ അനിയനെ സ്നേഹിക്കണം. പിന്നെ ഇനിയിപ്പം വ്രതത്തിലല്ലേ, അത് കഴിയട്ടെ. അതുവരെ ഇതുപോലെയുള്ള കളികൾ നമുക്ക് തുടരാം. അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അത് മാത്രം മതി. ഈ കുടുംബം നമുക്ക് കുളം തോണ്ടണം അമ്മയെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. ഏതായാലും പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാല് നമ്മുടെ നവ്യനെയും ഹബീനെയുമാണ്. അപ്പൊ അവരൊരു റെസ്റ്റോറന്റിൽ ഇരിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ ചോദിച്ചു, അല്ല അബി, ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അതല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഇവിടെ വെച്ചാ നീ എനിക്ക് ഡയമണ്ട് നെക്ലേസ് കൊണ്ട് തന്നത്. അന്നൊക്കെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു അബി. അതൊക്കെ എത്ര പെട്ടെന്നാ ഇല്ലാതായത്. ആ പ്രതീക്ഷകളൊക്കെ ഇല്ലാതായി, അതൊക്കെ ശരിയാ. പക്ഷെ കഴിഞ്ഞതൊന്നും നീ ഓർക്കണ്ട. ഇനിയിപ്പം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. ഇനി നിന്റെ സ്വപ്നത്തിലെ നല്ലൊരു ഭർത്താവായിരിക്കും ഞാൻ. സ്വപ്നത്തിൽ മാത്രമല്ല കേട്ടോ, നീ സ്വപ്നം കണ്ട നല്ല ഭർത്താവായിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും.
നിന്റെ വാക്കുകൾ ഏതാണ്ടൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ നിനക്ക് നേരെ സംശയം ഉണ്ടല്ലേ നവ്യ എന്നോട്? അത് പിന്നെ അത് മാറണമെങ്കിലേ കുറച്ച് ദിവസവും കൂടെ കഴിയണം. അതുപോലെയുള്ള അനുഭവങ്ങളല്ലേ എനിക്ക് കിട്ടിയത്. എൻ്റെ വീട്ടിലേക്ക് പോയതും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചതും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ. ഒരുപാട് സന്തോഷിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ എൻ്റെ വീട്ടിലുള്ളവരായിരിക്കും. അപ്പോഴത്തേക്കും അഭി മനസ്സിലിങ്ങനെ വിചാരിക്കുക, സന്തോഷമൊക്കെ ഉടനെ ഇല്ലാതാകുമല്ലോ, അവര് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടാൻ പോകുന്നത്. കാണാടി, കഴിക്ക്. അല്ല, ഇനി നിനക്ക് വല്ലതും വേണോ നവ്യ? വീട്ടില് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമായോണ്ട് ഇഷ്ടം പോലെ കഴിച്ചു. വയറിൽ സത്യം പറഞ്ഞ ഇടയില്ല. അതിൻ്റെ കൂടെ ഒന്നും വേണ്ടടാ. അല്ല, ഒരു ചെറിയ ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഒരെണ്ണം വാങ്ങിയിട്ട് നമുക്ക് രണ്ടുപേർക്കും ഷെയർ ചെയ്ത് കഴിക്കാം. എങ്കിൽ പിന്നെ അബിയുടെ ഇഷ്ടം, അബിക്ക് അതാണ് താല്പര്യമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എങ്കിൽ പിന്നെ ഒരു ഐസ്ക്രീം പറഞ്ഞോളാൻ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യ ജ്യൂസ് കുടിക്കുന്നു, അതുപോലെ തന്നെ അബി ജ്യൂസ് കുടിക്കുന്നു. ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നവ്യനെ. ഇടീ നിനക്കിട്ട് വെച്ചിട്ടുണ്ടടി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ ഇങ്ങനെ മനസ്സിലല്ല, നവ്യ തുറന്നു പറയാണ് കേട്ടോ, ഇങ്ങനെ നമ്മളെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതം മടുക്കില്ല. അതൊക്കെ എനിക്കറിയാം. പരസ്പരം നമ്മൾ കലഹിച്ച ആ നിമിഷങ്ങളൊക്കെ ഒത്തിരി നഷ്ടമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇനി മുൻഗണന എൻ്റെ ഭാര്യയ്ക്കും എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് തന്നെ ആയിരിക്കും. അമ്മയ്ക്ക് വേണ്ടത് അമ്മയ്ക്ക് കൊടുക്കും. അത് പണമായാലും സ്നേഹമായാലും ഭാര്യയ്ക്ക് വേണ്ടത് ഭാര്യയ്ക്കും കൊടുക്കും. അല്ല, നീ ഇങ്ങനെ ഉറച്ച തീരുമാനങ്ങൾ എടുത്ത സ്ഥിതിക്ക് ആദർശേട്ടന് നിന്നോടുള്ള വെറുപ്പ് മാറാനുള്ള നല്ല സാധ്യതയുണ്ട് അബി. അങ്ങനെ വന്നു കഴിഞ്ഞാലേ നിന്റെ നിരാശയൊക്കെ മാറും. നിന്നെ പുറത്താക്കിയേക്കുമല്ലേ ഇപ്പം നിങ്ങളുടെ കമ്പനിയിലെ ഒരു സാധാരണ സ്റ്റാഫല്ലേ നീ. പക്ഷേ അതിന്റെ പ്രശ്നമൊക്കെ മാറി നിന്നെ അവിടെ മെയിൻ ആളായിട്ട് ആദർശേട്ടൻ മാറ്റും. എനിക്ക് കൊടുത്തേക്കുന്ന മാതിരി നിനക്ക് 1-2 ജ്വല്ലറിയുടെ മേൽനോട്ടം തരും. അതിനു വേണ്ടിയിട്ടൊന്നും അല്ല നവ്യ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. അല്ലാന്ന് എനിക്ക് അറിയാം അബി. എങ്കിലും കൂട്ടത്തിന് നിന്റെ ആഗ്രഹങ്ങളും കൂടെ നടക്കണമല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ഒരു കുഞ്ഞൊക്കെ ജനിക്കട്ടെ, അത് കഴിഞ്ഞു വേണം എനിക്ക് നിന്റെ കൂടെ ജ്വല്ലറിയിലേക്ക് വന്ന് മേൽനോട്ടം നോക്കാൻ. എടീ, ആ കുഞ്ഞ് ജനിച്ചിട്ടല്ലേടി നീ ജ്വല്ലറിയിലേക്കും വരത്തില്ല, നീ എൻ്റെ ജീവിതത്തിലും ഉണ്ടാവില്ല. നീ പോകാൻ പോകുന്നത് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അരിയിലേക്ക് ആയിരിക്കൂടി എന്ന് വീണ്ടും ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞു ഉറപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ അഭിയെ. ഏതായാലും ഇതൊന്നും അറിയാതെ നമ്മുടെ അഭിനെ വിശ്വസിച്ച് നവ്യ കൂടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതിയും അതുപോലെ തന്നെ അനാമികയും കൂടെ രണ്ടുപേരെ കാത്തിരിക്കുകയാണ് കേട്ടോ. അഭിനെയും അതുപോലെ നമ്മുടെ നവ്യേനെയും. ഇതെന്താ വരാത്തത്, അവര് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഇവര് പറഞ്ഞു തീരുന്നില്ല. അതിനു മുമ്പ് നമ്മുടെ നവ്യയും അതുപോലെ തന്നെ അഭിയും കൂടെ വന്നു കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക പറയാ, പറഞ്ഞ് നാക്കെടുത്തില്ല, ആയുസ് കൂടുതലുണ്ടെന്നാ തോന്നുന്നത്. അവക്ക് ആയുസ് കൂടുതലുണ്ട് മോളെ, പക്ഷെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അധികം ആയുസില്ല. അത് ജനിക്കാൻ പോകുന്നില്ല, പുറലോകം കാണാൻ പോകുന്നില്ല, അതാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യയും അഭിയും കൂടെ ഇറങ്ങി ഇങ്ങ് വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു അഭിയോട്, ദേ 2 മുമ്പിൽ തന്നെ ഉണ്ട്, ഇനി അടുത്ത വഴക്കിനായിരിക്കും അഭി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും നീ കാര്യമാക്കണ്ട, നീ വരാൻ പറഞ്ഞിട്ട് ഇവരകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു, അഭിയേട്ടൻ ഭാര്യയായിട്ട് ഭാര്യ വീട്ടിലൊക്കെ പോയോ? അപ്പൊ നവ്യ പറഞ്ഞു, ഭാര്യ വീട്ടിൽ മാത്രമല്ല, പാർക്കിൽ പോയി, റെസ്റ്റോറന്റിൽ പോയി, ഒരു സിനിമയും കണ്ടു, എന്നിട്ടാ ഞങ്ങൾ വരുന്നത്. ഈ സ്നേഹമൊക്കെ എന്ന് നിലനിൽക്കും അഭി എന്നിങ്ങനെ രേവതിയും ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രേവതി പറഞ്ഞു, അല്ല, നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നാള് നിന്നെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും അഭിക്ക് കഴിഞ്ഞെന്ന് വരില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? എൻ്റെ അഭി എന്നെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതെ ഇരിക്കുകയോ അത് പ്രശ്നമില്ല. എൻ്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നെങ്കിൽ ഇവിടെ ചിലർ ഭയങ്കര കുറ്റപ്പെടുത്തലായിരുന്നു. ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ഇവളുടെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ, എന്നിട്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത്യാവശ്യം വിഷമുള്ള മോളുടെ മനസ്സിലേക്ക് വീണ്ടും വിഷം കുത്തി വെക്കാനായിരിക്കും നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നതല്ലേ? അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണേ, ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞിലെ കളഞ്ഞിട്ട് ഇവളെ കിടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു ഒരുത്തി, അവളുടെ അമ്മയും. അതുകൊണ്ട് അവൾമാര് ശാന്തമായിട്ട് പോകുന്നത്. അത് ഈ പൊട്ടിക്ക് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറഞ്ഞു നവ്യയോട്, അതെ, നീ ഇത്രയും വില കുറഞ്ഞ സംസാരം ഒന്നും സംസാരിക്കാതെ ഇങ്ങ് വാന്ന് പറഞ്ഞു ഒന്നും അറിയാത്ത പോലെ നമ്മുടെ നവ്യനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, അർഹതയില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് കണ്ടില്ലേ, അത് നമുക്കും അർഹതയില്ലല്ലോ മോളെ. അത് പിന്നെ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ, പക്ഷെ അത് നമുക്കറിയാലോ മോളെ. ഇനിയിപ്പം നമ്മുടെ സ്ഥാനം ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടി ആ പോയവെക്കും അവളുടെ അനിയത്തിക്കും ഇവിടെ കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. ഇനി അതിനു വേണ്ടിയാ മോളെ നമ്മൾ ശ്രമിക്കേണ്ടത്, വേറെ ഒന്നിനുമല്ല ശ്രമിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് രണ്ടും ഈ വീടിന് വെളിയിലാകണം.
ആ അതിനുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതി അങ്ങ് പോയി. പിന്നെ നമ്മുടെ അനാമിക ഇങ്ങനെ കലിതുള്ളി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനീനെയാണ് കേട്ടോ. അനിയാണെങ്കിൽ നന്ദുവിന്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ നോക്കി മാറി മാറി ഓരോ പോസിലുള്ള ഫോട്ടോ ഒക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് വന്നത്. അനാമിക വന്നിങ്ങനെ ഒത്തി വലിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക ചോദിച്ചു, ആരുടെ ഫോട്ടോ കണ്ടോണ്ടിരിക്കുന്നത്? അവളുടെ ആയിരിക്കും, കാമുകിയുടെ. അവളാണല്ലോ മനസ്സില്. അല്ല, ഞാൻ അവളെ കണ്ടാ നിനക്കെന്താ നഷ്ടം? എനിക്കറിയാടാ നിന്റെ മനസ്സിലിരിപ്പ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാ നീ എന്നെ പുറത്തേക്കൊന്നും കൊണ്ടുപോകാത്തത്. നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളാ ആ മൊട്ടച്ചി. നീ നോക്കിക്കേ, അഭിയേട്ടൻ പോലും ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങി. അവരിപ്പം നിന്റെ ഏട്ടത്തിമാരുടെ വീട്ടിൽ പോയിട്ടാ വന്നത്. പിന്നെ സിനിമയ്ക്ക് പോയെന്നോ പാർക്കിൽ പോയെന്നോ എന്നൊക്കെ പറയുന്നത് കേട്ടു. എങ്കിൽ പിന്നെ നിനക്കൂടെ ചെല്ലായിരുന്നില്ലേ? അല്ല, ഞാനെന്തിനാ അവരുടെ കൂടെ പോകുന്നത്? എനിക്ക് ഒരു ഭർത്താവുണ്ടല്ലോ. എൻ്റെ ഭർത്താവ് ഒരു പാഴായി പോയത് എൻ്റെ കുറ്റമാണോ? അല്ല, ഞാനൊരു പാഴാണെന്നേ നീ കല്യാണത്തിന് മുമ്പ് മനസ്സിലാക്കണമായിരുന്നു. എനിക്ക് നന്ദുവിനോട് അടുപ്പമുണ്ടെന്ന് നിനക്കറിയായിരുന്നല്ലോ. അതിന്റെ പേരിൽ നീ കോലാഹലം ഉണ്ടാക്കിയതുമാണല്ലോ. എന്നിട്ട് പിന്നെ എന്തിനാ നീ വീണ്ടും ഇങ്ങോട്ടേക്ക് കയറി വന്നത്? എൻ്റെ ജീവൻ എടുക്കാനോ? അപ്പോഴത്തേക്ക് മനസ്സിൽ ഇങ്ങനെ അനാമിക പറയുക, ജീവൻ എടുക്കൂടാ, ഇന്ന് ഒരുത്തിയുടെ ജീവൻ എടുക്കും. അല്ല, എന്താ നീ ആലോചിക്കുന്നത്? എനിക്കൊന്നും പറയാനില്ല. നിന്നെ കല്യാണം കഴിച്ചതോടെ എൻ്റെ ജീവിതം തീർന്നു. എൻ്റെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാ. എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സും ഒത്തുള്ള നല്ല നല്ല നിമിഷങ്ങൾ, അതൊക്കെയാ എനിക്കിപ്പം നഷ്ടപ്പെട്ടത്. അല്ല, ആരാ ഈ ഫ്രണ്ട്സ്? എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അതിൽ നന്ദു ഉണ്ട്. നന്ദു മാത്രം ഉണ്ടെന്ന് പറയുക. വേറെ ഫ്രണ്ട്സ് ഒന്നും അല്ല നിന്റെ മനസ്സിലുള്ളത്. ഇപ്പോഴും നിന്റെ മനസ്സിലെ തരിപ്പേ അവള് തന്നെയാ. അവളെ ഓർക്കുമ്പോ ഒരു തണുപ്പ് നിന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറുന്നുണ്ടല്ലോ. മതി, നിർത്ത്. ഞാൻ അയ്യപ്പനാ, മാല ഇട്ടിരിക്കുക. പിന്നെ വൃശ്ചിക മാസത്തില് എല്ലാവർക്കും കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായെന്നൊക്കെ വരും. എന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അബദ്ധമാണ് ഈ കല്യാണം. അത് നിനക്ക് മനസ്സിലായല്ലോ. നിന്റെ കഴുത്തിൽ ഞാനൊരു താലി കെട്ടിയെന്നല്ലാതെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. പിന്നെ നിന്റെ പാട് നോക്കി പോകത്തില്ലേ? അയ്യടാ, ഞാൻ പോകാൻ വേണ്ടി നീ ഇതൊക്കെ ചെയ്യുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. 120 പവനും തന്ന എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ അയച്ചത്. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതേ അവരെ സംബന്ധിച്ചിടത്തോളം മരണതുല്യമായ വേദന തന്നെയാ. പിന്നെ ബന്ധുക്കള്, അയൽക്കാര്, അവരുടെ ഒന്ന് കളിയാക്കൽ കേൾക്കാനും സഹിക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. മിക്ക പെൺകുട്ടികളും വിവാഹം വേർപെടുത്തി പോകാത്തത് ഇതൊക്കെ കൊണ്ട് തന്നെയാ. അങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുമ്പം അതിനേക്കാൾ ശ്വാസം മുട്ടല് കൂടെ കഴിയുന്ന ഭർത്താവിനുണ്ടാകും. അത് നീ മനസ്സിലാക്കിക്കോ. നിന്റെയൊക്കെ മനസ്സിന്റെ ഭാരമൊക്കെ ഇരട്ടിയായിട്ടാണ് നീയൊക്കെ കൂടെ കഴിയുന്നവന്റെ മനസ്സിൽ അത് കയറുന്നത്. ഈ മുറിയിലേക്ക് കയറി വന്ന ഏത് നേരവും വഴക്കു മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാ? വഴക്കായ ഒരു ഭാര്യയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം തീർന്നു. ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും നിന്നെ ചെയ്യും അനി. ഞാനും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തേനെ. നീ ഒരു പെണ്ണായി പോയി, ഒരു പീറ പെണ്ണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. അല്ലെങ്കിൽ നിന്റെ ഈ സംസാരത്തിന് പണ്ടേ അടി കിട്ടിയേനെ. എന്നെ തല്ലടാ അനാമികെ. നീ നിന്റെ പാട് നോക്കിപ്പോ. പിന്നെ മുത്തച്ഛന് വയ്യാണ്ടിരിക്കുക. പിന്നെ ഞാൻ മാല ഇട്ടേക്കുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്റെ വ്രതം തെറ്റിക്കുന്ന രീതിയിൽ ഓരോന്ന് സംസാരിക്കാതെ നീ പോകാൻ നോക്ക്. ഒരു ബോധം ഉണ്ടെങ്കിൽ അതിന്റെ പക്വത നീയും കാണിക്കണം. അല്ലാതെ ഞാൻ മാത്രം കാണിച്ചാ പോരാ. നീ എന്തിനാ മാല ഇട്ടിരിക്കുന്നത്? നീ മാല ഇട്ടതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എനിക്കറിയാം. നീ മാല ഇട്ടേക്കുന്നത് അവളിങ്ങ് വരാനായിരിക്കും നിന്റെ അടുത്ത്. മറ്റവള് മൊട്ടച്ചി, അവള് നിന്റെ ഭാര്യയായിട്ട് വരാൻ. അത് ഈ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അഭിനയാണ്. അഭി നേരെ ജലജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുക, ഈ അടുത്ത സമയത്തൊന്നും അവൾ ഇത്ര സന്തോഷിച്ച ഒരു സമയം കാണത്തില്ല. അവളുടെ അച്ഛനും അമ്മയ്ക്കും അനീതിക്കൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു എന്ന് വെച്ചാ മോനെ, ഇതുവരെ ഇടഞ്ഞു നിന്ന മരുമോനല്ലേ മാറിയിരിക്കുന്നത്. ഇനിയെല്ലാം പിടിച്ചടക്കാന്ന് കരുതി കാണും അവളും അവളുടെ വീട്ടുകാരും. നയനെ ഇവിടുത്തെ മൂത്ത സന്തതിയെ അവളുടെ കൈവള്ളയിലാക്കിയല്ലോ. കാര്യമൊക്കെ ശരിയാ. ഇന്ന് രാത്രി തന്നെ അവളുടെ കണ്ണുനീര് കാണണം. അതിപ്പം നമ്മളെക്കാളും ആവശ്യം അനാമികയ്ക്കും അവളുടെ അമ്മയ്ക്കും ആണല്ലോ. സാധാരണ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നതാ, പക്ഷെ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെ സംസാരം കേട്ടത് കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി. ഇടയ്ക്കിടയ്ക്ക് അവള് ചോദിക്കുന്നുണ്ട്, ഈ സ്നേഹത്തിന് പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോന്ന് ആ നവ്യ. അതുകൊണ്ട് സ്നേഹിച്ചത് കുഴപ്പമാവുമെന്ന ഇപ്പൊ എൻ്റെ ഒരു പേടി. മോനെ, ഇതിനകത്ത് നമ്മൾ പ്രതികളല്ല, അതുമോ മനസ്സിലാക്ക്. തെറ്റ് ചെയ്യാൻ പോകുന്നത് അനാമികയും അവളുടെ അമ്മയുമാ. പിന്നെ ഈ കാര്യത്തിൽ നമുക്ക് ഒരാശങ്കയുടെ കാര്യമില്ല, ഒരു സംശയം ഉണ്ടാവില്ല. അല്ല, ഇനിയിപ്പോ കാര്യം നടന്നു കഴിയുമ്പം എല്ലാവരും നമ്മളെ സംശയിക്കത്തുള്ളൂ, പ്രത്യേകിച്ച് എന്നെ. അവിടെ എന്ത് വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. അവിടെ വേറൊന്നും അല്ല വേണ്ടത്, അഭിനയിക്കണം. കാര്യങ്ങൾ പിന്നെ കൈവിട്ടു പോയ പോലീസ് കേസ് ആവട്ടെ. അങ്ങനെ വരുമ്പം ആരാണ് യഥാർത്ഥ പ്രതി എന്ന് തെളിയും. അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അനാമിക ഈ വീട്ടിൽ നിന്നും പുറത്താകും.
പിന്നെ നിന്റെ കുഞ്ഞിനെ അവക്ക് നഷ്ടപ്പെടുമല്ലോ, അതും നല്ലൊരു കാര്യം തന്നെയാണല്ലോ. അനാമിക പുറത്താകുന്നതും നല്ല കാര്യം തന്നെയാണ്. ഇതൊന്നും നടന്നില്ലെങ്കിൽ നമ്മൾ നയനെ പ്രതിയാക്കും. ചേച്ചിക്ക് പാല് കൊടുത്തത് അനിയത്തിയാണ്. നമ്മുടെ കൈകൾ എന്നും ശുദ്ധമായിരിക്കും മോനെ. ആ വശത്തുനിന്നും ഈ വശത്തുനിന്നും നോക്കിയാൽ വെറും ശുദ്ധം. നമ്മൾ വെറും സാക്ഷികൾ മാത്രം. എല്ലാം അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. കുഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവള് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് ഇങ്ങോട്ടേക്കല്ല, അവളുടെ വീട്ടിലേക്കായിരിക്കും. അവളുടെ അനിയത്തി 1-2 തവണ പിണങ്ങി പോയെങ്കിലും അവൾ ഒരിക്കൽ പോലും ഇവിടെ നിന്ന് പോകാൻ കൂട്ടാക്കിയിട്ടില്ലല്ലോ. പക്ഷെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവക്കത് സഹിക്കാൻ പറ്റില്ല. ആ ഷോക്കില് അവൾ ഇവിടെ നിന്ന് മാറും, അത് ഉറപ്പുള്ള കാര്യമാണ്. ബന്ധം പിരിയുന്നെങ്കിൽ പിരിയട്ടടാ, നീ സൈലന്റ് ആയിട്ട് അങ്ങ് നിന്ന് കൊടുത്താൽ മാത്രം മതി. എല്ലാത്തിനും ഇനി അവളും അവളുടെ വീട്ടുകാരും മുൻകൈ എടുത്തോളും. അതാ നമ്മുടെ വിജയം. എങ്കിൽ പിന്നെ ഞാനേ അവളെ കുറച്ചും കൂടെ സ്നേഹിക്കട്ടെ അമ്മേ എന്നും പറഞ്ഞ് നമ്മുടെ അഭി അങ്ങ് പോവുകയാണ് കേട്ടോ. ജലജ ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നയനി ഇങ്ങനെ പാല് തിളപ്പിച്ച് പാലിങ്ങനെ എടുത്തു വെച്ചേക്കാണ് കേട്ടോ. അപ്പം അടുക്കളയുടെ ഒരു സൈഡിൽ ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൽ ഇങ്ങനെ പാലെടുത്ത് വെച്ചേക്കുന്നു. നമ്മുടെ അനാമിക എന്താ ചെയ്യുന്നത്, പതുക്കെ പമ്മി വരികയാണ് കേട്ടോ. ആ സമയത്ത് നയനെ അവിടെ നിന്ന് പോയി. നയനെ പോയ സമയത്ത് പമ്മി വന്നിട്ട് കയ്യിലിടുന്ന എന്തോ ഒരു ലിക്വിഡ് പോലത്തെ എന്തോ ഒരു വിഷമാണ്. ആ വിഷം ആ പാലിലേക്ക് ഇങ്ങനെ കലക്കുക. എന്നിട്ട് മനസ്സിൽ പറയുക, ഇത് വേറെ ആരും കുടിക്കാൻ പോകുന്നില്ല, അവള് തന്നെ കുടിക്കും. അവള് കുടിച്ചിട്ട് ഇത് അവളുടെ വയറ്റിൽ ചെന്ന് അവളുടെ കുഞ്ഞ് ചത്തുപോകണം. ഇനിയിപ്പം ഡോസ് കൂടിപ്പോയോ? ഡോസ് കൂടിയാലും കുഴപ്പമില്ല. അവള് മരിക്കാനൊന്നും പോകുന്നില്ല, അവള് മരിച്ചതുപോലെ കിടക്കണം. അവളുടെ കുഞ്ഞും പോയി, അവളുടെ സകലതും പോയി. അവൾക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവൾ ഒരൊറ്റ കിടപ്പ് കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പാലിൽ ഇങ്ങനെ അത് കലർത്തിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. അപ്പോഴത്തേക്ക് രേവതി വന്നിട്ട്, എന്തായി മോളെ, നന്നായിട്ട് അത് കലക്കിയോ? അവള് പാല് തിളപ്പിച്ചിട്ട് ചൂട് പോകാൻ വേണ്ടി വെക്കൂലോ, ആ സമയത്ത് ഞാൻ ചൂടോട് തന്നെ അത് കലർത്തി. ആശ്വാസമായി മോളെ. ഇനി അമ്മയാകാൻ പോകുന്ന ആ അഹങ്കാരി അത് കുടിച്ചാൽ മാത്രം മതിയല്ലോ. ഇന്ന് അവള് കിടന്ന് പൊളയുന്നത് നമുക്ക് കാണാം മോളെ. അത് നല്ല സുഖമുള്ളൊരു കാഴ്ച തന്നെ ആയിരിക്കും. അച്ഛൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഒരു കോള് വന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ അനാമിക ഫോൺ എടുത്തിട്ട്, ഹലോ അച്ഛ എന്നിങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും, മോളെ നടന്നോ, സക്സസ് ആയോ, എല്ലാം ശരിയായോ? അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം സക്സസ്. എന്നിട്ട് പാലവള് കുടിച്ചോ? കുടിക്കാനുള്ള സമയം ആയിട്ടില്ല അച്ഛ, പാല് ചൂടാറാൻ വെച്ചിട്ടേ ഉള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോ അവള് തന്നെ അത് കൊണ്ട് കൊടുക്കും. അതകത്ത് ചെന്ന് കഴിഞ്ഞാ പിന്നെ അന്ന് നമുക്കുണ്ടായ വിഷമതകളൊക്കെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് മാറിക്കോളും. ഇനി അവക്ക് നിൽക്കണോ, കിടക്കണോ, എണീറ്റ് ഓടണോ എന്നൊക്കെ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. വെപ്രാളം കയറും. ഉടലോടെ സ്വർഗത്തിൽ പോകാനും തോന്നും. അതുപോലുള്ള വേദനയായിരിക്കും അതുള്ളിൽ ചെന്നാലെന്നാണ് വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ വേദന കാണാൻ മക്കൾ റെഡി ആയിട്ടിരുന്നോളാൻ പറഞ്ഞപ്പോഴത്തേക്ക് അനാമിക പറഞ്ഞു, ഇന്നത്തോടെ അവളുടെ കുഞ്ഞു വരാനുള്ള കാത്തിരിപ്പ് അത് നഷ്ടമായിക്കോളൂല്ലോ. അതേ മോളെ, ഇനി അവളെ അടുത്ത കാലത്തൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോലും ആഗ്രഹിക്കത്തില്ല. അതുപോലെയുള്ള കളിയാണ് നമ്മൾ കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പൊ രേവതി ചോദിച്ചു, അല്ല ഇപ്പം മോളെ അവള് പാലുമായിട്ട് പോയി കാണോ? അതറിയില്ലമ്മേ. അവളുടെ കുഴി തോണ്ടിയത് അവള് തന്നെയാ. അന്ന് പായസം കുടിച്ച ശേഷം നമ്മുടെ വെപ്രാളം അത് കണ്ടിട്ട് അവള് ചിരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രത്തോളം കടുങ്കൈ ചെയ്യാൻ നിൽക്കില്ലായിരുന്നു. അവള് ചിരിച്ചത് മാത്രമാണോ? അവളാണത് ചെയ്തതെന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇപ്പൊ അവള് മാറ്റി പറഞ്ഞില്ലേ? അവളല്ലല്ലോ മോളെ അത് ചെയ്തത് നമ്മളല്ലേ. പായസത്തിന്റെ പാത്രം മാത്രമല്ലേ അവള് ചെയ്തോളൂ. എന്നാലും അവൾ അത് ചെയ്തിട്ട് നമ്മൾ നാടകം കളിക്കുകയാണെന്ന് അവൾ പറഞ്ഞു പരത്തിയില്ലേ? അപ്പൊ അതിനവള് ശിക്ഷിക്കപ്പെടണ്ടേ? അവള് ശിക്ഷിക്കപ്പെടണം. ഇന്നത്തോടെ മോളുടെ ഈ സങ്കടമൊക്കെ മാറൂലോ. അതിനുവേണ്ടി കുറച്ച് സമയം കൂടി കാത്തിരുന്നാ മതിയല്ലോ. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കാം മോളെ, കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമികയും രേവതിയും നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.